എന്നെ പോലുള്ള ഒരുപാട് പേർക്ക് ഇങ്ങനെ ബാക്കിയുള്ളവർ ഭിന്നശേഷിയാണ് അതാണ് പുരയിലിരിക്കുന്നു പറയണതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. സോ ഗൈസ്, ഇവിടെയൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഉണ്ട്. ഇവരുടെ അടുത്തൊക്കെ എങ്ങനെയാണ് ഇവർ ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വാട്ട് ഇൻസ്പയർഡ് ദം? ആ ഒരു ചോദ്യം ചോദിച്ചു നോക്കിയാലോ. ആയതല്ല, ആക്കിയതാണ്. എല്ലാവരും കൂടി ഫോളോ ചെയ്ത് എന്നെ പുകയറ്റിയപ്പോൾ ഞാൻ പിന്നെ ആയി പോയതാ. പിന്നെ ഒന്നാമത് എൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹം അതായിരുന്നു. ഞാൻ 4ാം ക്ലാസ് മുതൽ വ്ളോഗും ആദം സാലി വ്ളോഗ്സ് എന്ന ഒരാളെ കണ്ട് അത് വ്ളോഗിങ്ങിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ അതിനു വേണ്ടി മൾട്ടിമീഡിയ ഡിഗ്രി പഠിച്ചു. ആ പഠിച്ച അതേ സാധനം ഉപയോഗിച്ചുകൊണ്ട് ഒരു സീരീസ് ഉണ്ടാക്കി. ആ സീരീസ് ഏകദേശം 36 മില്യൺ കത്തി. അപ്പം ഞാൻ ഇൻഫ്ലുവൻസറായി. അങ്ങനെ ഇൻഫ്ലുവൻസറായി. അഭിനയിക്കാൻ കഴിവുണ്ട് തോന്നി, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിവുണ്ട് തോന്നി. എന്തുകൊണ്ടെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആരും ഇല്ലാത്ത കാലത്ത് ഒരു 8 വർഷം മുന്നേ തുടങ്ങിയതാ. അപ്പൊ അന്ന് ഫുഡ് ബ്ലോഗിംഗ് ഒന്നും അധികം പേര് ചെയ്യുന്നില്ലായിരുന്നു. ആദ്യം ഫോട്ടോ ഇട്ട് തുടങ്ങി, പിന്നെ വീഡിയോസിലേക്ക് മാറി. അപ്പൊ അതിന് നല്ല റീച്ച് കണ്ടപ്പോ അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റർ ആയതാണ്. ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ് എഴുമയിലേക്ക്. പിന്നെ ഇപ്പൊ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ക്യാമറ കൊണ്ട് വരാനുള്ള കാരണം വേറെ ഒന്നല്ല, എനിക്ക് റെഡിമെയ്ഡ് ഓർച്ചോ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അന്നൊരു മാസ്ക് അതായത് കൊറോണ ടൈമിന് മറ്റേ മാസ്കിന്റെ ഒരു വീഡിയോ ചെയ്ത്, അത് മാസ്കിനെ വെച്ചിട്ട് അത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. പക്ഷെ ആ ഒരു വീഡിയോ ചെയ്തപ്പം തോന്നുന്ന ആൾക്കാർ നല്ലത് പറഞ്ഞു, പക്ഷെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറഞ്ഞു. ആ നെഗറ്റീവ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് വാശി എന്ന് പറഞ്ഞൊരു സാധനം വരും. വേറെ വാശി ഒന്നല്ല, അങ്ങനത്തെ ഒരു വാശി, എന്തെങ്കിലും ആവണം എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വാശി. ആ ഒരു വാശിയാണ് ഇന്ന് എന്നെ ഈ നിലക്ക് ഇവിടെ എത്തിച്ചത്. ഞാൻ ഒരു ഓൺട്രപ്രൂണർ ആണ്. സോ എനിക്ക് എന്തെങ്കിലും രീതിയിൽ മണി ഏൺ ചെയ്യണം. സോ ഐ മൂവ് ടു ദിസ്. എനിക്ക് ഇൻസ്പയർ ആയ ഒരേ ഒരാൾ ബാക്കിൽ നിൽക്കുന്ന ആളാണ്. ഓള് കാരണമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഞാനെങ്ങനെ ഇൻഫ്ലുവൻസർ ആയത് ചോദിച്ചാല്, എനിക്ക് ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണ്, വീഡിയോ എടുക്കാൻ ഇഷ്ടമാണ്. എൻ്റെ ഒരു പാഷനാണ്. അപ്പം അങ്ങനെ ഞാൻ കുറേ വീഡിയോസ് ഒക്കെ എടുക്കും. അങ്ങനെ അതൊക്കെ പോസ്റ്റ് ചെയ്ത് അങ്ങനെ ഇൻഫ്ലുവൻസർ ആയതാണ്. എനിക്ക് ആളുകൾക്ക് എനിക്കങ്ങനെ എന്താ പറയാ, എനിക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. ഞാൻ പറയുന്ന ലൈഫ് സ്റ്റോറീസും മോട്ടിവേഷൻ സംഭവങ്ങളൊക്കെ എൻ്റെ ലൈഫ് എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് മെയ്ഡ് അപ്പ്. സോ ഇറ്റ് വിൽ ഹെൽപ്പ് സോ മെനി പീപ്പിൾ. പിന്നെ എന്നെ പോലുള്ള ഒരുപാട് പേർക്ക് ഇങ്ങനെ ബാക്കിയുള്ളവർ ഭിന്നശേഷിയാണ് അതാണ് പുരയിലിരിക്കുന്നു പറയണതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. കാരണം എന്തായാലും ഒരു ജീവിതം ജീവിക്കുന്നുള്ളൂ. അപ്പോൾ അത് നല്ലപോലെ എൻജോയ് ചെയ്ത് ജീവിക്കാം. അങ്ങനെ ബി സെറ്റ് ആൻ എക്സാമ്പിൾ ഫോർ എവ്രി വൺ. അത്രേ ഉള്ളൂ. താങ്ക് യു.